നമസ്കാരം, ഞാൻ സന്തോഷ് ആലപ്പാട്. നമ്മുടെ ചൈനക്കാർ അവർ ഭയങ്കര മിടുക്കന്മാരാണ്. അവർ കിട്ടുന്ന പാമ്പിനെയും പുഴുക്കളെയും പാറ്റയെയും പെരിച്ചാഴിനെയും ഒക്കെ തിന്നും. പക്ഷെ അവരെല്ലാ കൊല്ലം ചെയ്യുന്ന ഒരു 3 ടെസ്റ്റ് ഉണ്ട്. ഒന്ന് അൾട്രാസൗണ്ട്, ഒന്ന് എൻഡോസ്കോപ്പി, 3 കൊളനോസ്കോപ്പി. അതായത് നമ്മൾക്ക് കാണാൻ പറ്റാത്ത നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അറിയുന്ന 3 ടെസ്റ്റുകളാണത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മഹാമിടുക്കന്മാരാണ്. ഇവരിതൊന്നും ടെസ്റ്റ് ചെയ്യില്ല. അവർ തിന്നുന്നതൊക്കെ നമ്മൾ തിന്നും. എന്നിട്ട് സ്റ്റേജ് 1, 2, 3, 4 എത്തുമ്പോൾ അവർ നിലവിളിച്ചുകൊണ്ട് ഒരു ഓട്ടം ഉണ്ട് ആശുപത്രിയിലേക്ക് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ. ഇത് ഇന്നത്തെ തലമുറയുടെ പ്രശ്നമല്ല, നമ്മൾ കാരണന്മാർ അവർക്ക് കാണിച്ചു കൊടുത്ത വഴി. നിങ്ങൾക്കൊരു സത്യം അറിയോ? പനി, ചുമ, നീരുവീഴ്ച, കഫക്കെട്ട്, വയറുവേദന, വയറിളക്കം, ഇതൊന്നും ഒരു അസുഖമല്ല. ദിസ് ആർ ദി എക്സ്റ്റേണൽ സിംറ്റംസ് ഓഫ് ഇൻറ്റേർണൽ ഡിസീസസ്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗൻസിലുള്ള അസുഖങ്ങളുടെ ഒരു എക്സ്റ്റേണൽ സിംറ്റംസ് മാത്രമാണ്. അപ്പോൾ നമ്മളും ഭയങ്കര മിടുക്കന്മാരാണ്. കാരണം പനി വരുമ്പോൾ, ചുമ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് ഓടും. പക്ഷെ അതിൻ്റെ ബേസ് റീസൺ നമ്മളാരും കാണാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കേരളത്തിലെ ജനതകളെ, നിങ്ങൾ ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ 5 ടെസ്റ്റും പിന്നെ ഇപ്പോൾ പറഞ്ഞ 3 ടെസ്റ്റ്, അൾട്രാസൗണ്ട്, എൻഡോസ്കോപ്പി, കൊളനോസ്കോപ്പി, നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. പറയണ്ട, ആരോടും പറയണ്ട. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും പറയണ്ട. പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ അഡ്വൈസ്, നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇനി നമ്മുടെ വെള്ളത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യം, എപ്പോൾ? 2018 കേരള ജനതയെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വർഷമായിരുന്നു അത്. ആഗസ്റ്റ് 15 പ്രളയം. പക്ഷെ സത്യത്തിൽ അത് പ്രളയമായിരുന്നോ? ഇല്ല. പ്രളയം നമ്മുടെ മുന്നിലുള്ളത് 1924 വന്ന പ്രളയമാണ്. 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്. മഴ വരുമ്പോൾ വെള്ളം തന്നെ ഭൂമിക്ക് മേലെ പൊങ്ങി വരുന്നു. പക്ഷേ ഈ 2018 നടന്നത് വെറും ഒരു ഡൈവേർഷൻ മാത്രമാണ്. ഡാമിൽ നിന്ന് വന്ന വെള്ളം ഒഴുകി പല സ്ഥലങ്ങളിലേക്കും പോയി. അപ്പോൾ എന്താണ് അന്ന് സംഭവിച്ചത്? ശക്തമായ ഒഴുക്കിൽ ഈ വെള്ളം നമ്മുടെ കിണറുകളിലെ പഴയ ചാലുകളെ അടച്ചു, പുതിയ ചാലുകൾ തുറന്നു. അങ്ങനെ ഈ നദികളുടെ ചുറ്റുവട്ടത്തിരുന്ന കെമിക്കൽ ഫാക്ടറീസിൽ നിന്നും അതുപോലെ നമ്മുടെ ടോയ്ലറ്റ് മുതലായ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നും അരിച്ചിറങ്ങിയ വെള്ളം, അങ്ങനെ ഈ കെമിക്കൽ നിറഞ്ഞ വെള്ളവും ബാക്ടീരിയകൾ നിറഞ്ഞ വെള്ളവും ഒത്തുചേർന്ന് നമ്മുടെ കിണറുകളിലേക്ക് ഒഴുകിയെത്തി. അങ്ങനെയാണ് നമ്മുടെ കിണർ ഒരു വിഷവെള്ളമായി മാറിയത്. പ്രിയപ്പെട്ടവരെ, അടുത്ത എപ്പിസോഡിൽ ഈ ഒഴുകി വരുന്ന വെള്ളം എങ്ങനെയാണ് നമ്മുടെ കിണറുകളിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചതെന്ന്, അല്ലെങ്കിൽ അതിനെ വിഷമാക്കി മാറ്റിയതെന്ന് ഞാൻ പറഞ്ഞു തരാം.